സ്വർണ്ണാഭരണ വിപണിയിൽ ഇന്ത്യക്കകത്തും പുറത്തും തരംഗമാകാൻ വിസ്മര ജുവൽസ്. ഇന്ത്യയിലും വിദേശത്തുമായ 10 ഷോറൂമുകളാണ് ഈ വർഷം പ്രവർത്തനം ആരംഭിക്കുന്നത്. വിസ്മര ജുവൽസ് എക്സ്പീരിയൻസ് സെന്റർ ഷോറൂം കോഴിക്കോട് പൊറ്റമലിൽ പ്രവർത്തനം ആരംഭിച്ചു. 1,00,000-ലധികം ഡിസൈനുകളിൽ ആഭരണങ്ങൾ. വിൻസ്മരെ ഒരു വിസ്മയമാണ്. സ്വർണ്ണാഭരണ നിർമ്മാണ കയറ്റുമതി മേഖലയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വിൻസ്മര ഗ്രൂപ്പിന്റെ പുതിയ ദൗത്യമാണ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ. ചിങ്ങം 1-ന് മലയാളത്തിന്റെ മഹാനടനും വിൻസ്മരയുടെ ബ്രാൻഡ് അംബാസിഡറുമായ മോഹൻലാൽ ഷോറൂമിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് നിർവഹിക്കും. ലാലാട്ടനാണ് ഞങ്ങളെ കൂടെ ബ്രാൻഡ് അംബാസിഡറായി വന്നിരിക്കുന്നത്. ആഡ് മേക്ക് ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാം പ്രിയങ്കരനായ ഇപ്പോഴത്തെ ഇതായ നമ്മളെ ജോസാറാണ്, പ്രകാശ് വർമ്മ. ഈ ഒരു ടീമാണ് ഞങ്ങൾക്ക് വേണ്ടിയും കൂടി വിൻസ്മരക്ക് വേണ്ടിയും കൂടി വർക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഹോൾസെയിൽ റീറ്റെയിൽ മാനുഫാക്ചറിംഗ് രംഗത്ത് വെൽ എക്സ്പീരിയൻസ് ആയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കോഴിക്കോട് ഇത്രയും വലിയൊരു ഷോറൂം ഞങ്ങൾ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരു എക്സ്പീരിയൻസ് സെൻ്ററാണ്. അതിൽ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയും, അതിൻ്റെ മർച്ചൻഡൈസിങ് മുതൽ അതിൻ്റെ പ്രൊഡക്റ്റ് മുതൽ എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഒരു യൂണിക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാലിക്കറ്റ് ഉണ്ട്, കൊച്ചിയുണ്ട്, കണ്ണൂരുണ്ട്, പയ്യന്നൂരുണ്ട്, അതേപോലെ തന്നെ ദുബായ് 4 ഷോറൂം. ഈ വർഷം ടോട്ടൽ നമ്മളൊരു 10 ഷോറൂമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹാൻഡ്മെയ്ഡ് ആഭരണങ്ങളും ഡയമണ്ടുകളുടെ ശേഖരവും വിൻസ്മരയുടെ പ്രധാന ആകർഷണമാണ്. കൊച്ചിയിലും ഗൾഫ് രാജ്യങ്ങളിലും ഷോറൂം ഉടൻ പ്രവർത്തനം ആരംഭിക്കും. വൈവിധ്യമാർന്ന കളക്ഷൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഹാൻഡ് പിക്ക് ചെയ്ത് ഞങ്ങൾ ഷോറൂം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എടുത്തുള്ളത് ഈ ഓർണമെൻറ്റ്സ് സോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ബൈ ഹാൻഡ് സോഴ്സ് ചെയ്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഗ്യാരണ്ടി. കസ്റ്റമേഴ്സ് വരുന്നു, കളക്ഷൻസ് കാണുന്നു, ഷോറൂമിലെ സർവീസ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. 2 വർഷത്തിനിടയിൽ കേരളത്തിൽ 2000 കോടിയുടെ നിക്ഷേപമാണ് വിൻസ്മരെ ലക്ഷ്യമിടുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.